കേരളത്തിലെ തന്നെ മൊത്തം ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയ സ്കൂളിലെ ഒരു സംഭവവും അതിൻ്റെ മൂലകാരണമായിരിക്കുന്ന മയക്കുമരുന്ന്. വിദ്യാലയങ്ങളിൽ ഇന്ന് മയക്കുമരുന്നിൻ്റെ വലിയൊരു വിപണന കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണം വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചോളം വളരെ എളുപ്പത്തിൽ തന്നെ അവരെ അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാര്യം അതിലുണ്ട് എന്നുള്ളതാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചോളം കൂടുതൽ ചിന്താപരമായിട്ട് അവർ മുന്നോട്ടല്ലാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ കുട്ടികൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഉപയോഗത്തിലുള്ള ആ കുട്ടിയുടെ കൂടെ ഒരുപക്ഷെ ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ കൂടി ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത മറ്റൊരു വിഷയമുണ്ട്. ഇത്തരം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു ടെൻഡൻസി നേരത്തെ ഉണ്ടാവാനും ഇതിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് വർത്തിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. മദ്യപിക്കുന്ന രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് മദ്യപിക്കാനുള്ള ടെൻഡൻസി എപ്പോഴും മറ്റ് കുട്ടികളെ അപേക്ഷിച്ചുണ്ടാവും. പല കുട്ടികളുടെയും റോൾ മോഡൽ എന്ന് പറയുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ, രക്ഷിതാക്കൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചോളം അധികം തെറ്റൊന്നും കാണാത്ത ഒരു സംഭവമായിട്ട് അതിനെ വിലയിരുത്തപ്പെടും. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കുട്ടികൾ വളർന്നു വരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന രക്ഷിതാക്കളുണ്ട്. കുട്ടികൾ ഇന്നത്തെ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് മദ്യപിക്കണം, കുറച്ച് പുകവലിക്കണം, കളിക്കേണ്ട സമയത്ത് കളിക്കണം എന്ന് പറയുന്ന രക്ഷിതാക്കളെയും കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രചോദനമാവുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന രക്ഷിതാക്കളുള്ള ഈ സമൂഹത്തിൽ കുട്ടികൾ എങ്ങനെയാവണം? മതപരമായ ചടങ്ങുകളുടെ ഭാഗമായിട്ട് മദ്യമൊക്കെ സൗജന്യമായി വിതരണം ചെയ്യുന്ന കലശങ്ങളുടെ ഏർപ്പാടുകളുണ്ടായിരുന്നു. അതിനെതിരെ സമൂഹം ഉണർന്നു വന്നു. ആ പരിപാടി നിർത്തിച്ചു. ക്ഷേത്രത്തിൽ നടക്കുന്ന പല ചടങ്ങുകളും, മുത്തപ്പന മടപ്പരി എടുത്തു കഴിഞ്ഞാലും മറ്റ് തെയ്യക്കോലങ്ങളുടെ ചടങ്ങുകളിലൊക്കെ തന്നെ ഈ തെയ്യം കെട്ടുന്ന വ്യക്തി തന്നെ വെള്ളമടിച്ചിട്ടുണ്ടാവുക. ഈ ദൈവം തന്നെ കള്ളുകൂടിയനായിരിക്കുന്ന ഒരു സമൂഹത്തിൽ വിശ്വാസികൾ പിന്നെ എങ്ങനെയാണ് വേണ്ടത്? ഇവിടെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു നിരീശ്വരവാദമാണ് ഇതിനൊക്കെ കാരണമെന്ന്. എന്ത് ആലോചിച്ചിട്ടായി പറയുന്നത്? സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണാദ്യം പരിശോധിക്കൂ. നിങ്ങളുടെ മതകഥകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ മദ്യവും മദിരാശയും തന്നെ ഉണ്ടായിരുന്നു. ഈ ദേവലോകത്തൊക്കെ എന്തായിരുന്നു പണി? സോമരസം കുടിച്ചിട്ട് അവിടെയുള്ള അസ്പരസ് കന്യകളെ ലൈംഗിക ഭോഗം ചെയ്യുന്ന കഥകളല്ലേ ഇവിടെയുള്ളത്. ഈ കഥകളൊക്കെ തന്നെയല്ലേ നിങ്ങളുടെ പുരാണങ്ങളുടെ അടിസ്ഥാനം. ഇതിലൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? അതേപോലെ തന്നെ ഭൂമിയിൽ നിങ്ങൾ മദ്യം കുടിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്ന ഒരു മതമുണ്ട്. എന്താണ് ഈ മതത്തിലെ സ്വർഗം? ഭൂമിയിൽ നിങ്ങൾക്ക് കുടിക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ കുടിക്കൽ മാത്രമല്ല, കുളിക്കാൻ മദ്യപ്പുഴകളുണ്ട്. 72 ഹൂറികൾ, സ്വർഗീയ സുന്ദരികളെ അവിടെ കൊടുക്കും. ഇവിടെ വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇവിടെ വ്യഭിചാരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഈ മതം പഠിപ്പിക്കുന്ന, അതായത് മതപ്രചാരകരായിരിക്കുന്ന, മതം കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ഇവർക്ക് ഈ മതം പഠിച്ചിട്ട് എത്രത്തോളം മൂല്യം കിട്ടിയെന്നുള്ളത് ഓരോ ദിവസം വരുന്ന ന്യൂസ് പേപ്പർ മാത്രം എടുത്തു നോക്കിയാൽ മതി. കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദന്മാർ, ഇവരൊക്കെ ആണ് മതം പഠിപ്പിക്കുന്നത്. ഈ മതം പഠിച്ചിട്ട് ഇവർക്കൊക്കെ കിട്ടിയ ധാർമ്മികത ഇത്രയാണെങ്കിൽ ഇവരിൽ നിന്ന് മതം പഠിച്ച ഈ കുട്ടികൾക്ക് എന്ത് ധാർമ്മികതയാണ് കിട്ടേണ്ടത്? നിങ്ങൾക്കൊരു ഉപ്പ് രസം കിട്ടണമെങ്കിൽ ആ വെള്ളത്തിൽ ആദ്യം ഉപ്പ് വേണ്ടേ? പത്രങ്ങളിലൊക്കെ പത്രം വായിക്കാൻ പറ്റുന്നില്ല. എല്ലാം മത പഠനശാലകളിൽ നിന്ന് വരുന്ന ലൈംഗിക പീഡനങ്ങളുടെ നിറഞ്ഞിരിക്കുകയാണ്. മതം പഠിച്ചവരാണിത്, സമൂഹത്തിൽ മതം പഠിപ്പിക്കുന്നവരാണ്. ഇവരിൽ നിന്ന് എന്ത് ധാർമ്മികതയാണ് ഈ മതം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കിട്ടേണ്ടത്? പിന്നെ ആ കുട്ടികൾ എങ്ങനെയാവണം? അവയവദാനത്തിനെ പറ്റിയിട്ട് ഇസ്ലാം മതത്തിൻ്റെ പണ്ഡിതന്മാർ പലപ്പോഴും പറയുന്നത് കേട്ടു. അള്ളാഹുവിൻ്റെതായിട്ടുള്ള ഒരു കാര്യത്തെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മതപ്രഭാഷണ വേദികളിൽ കുറച്ച് തലയിൽ കളിമണ്ണല്ലാത്ത വിശ്വാസികൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. അവയവദാനത്തെ പറ്റിയിട്ട് നമ്മുടെ മതത്തിൻ്റെ നിലപാടെന്നാണ് ചോദിക്കുമ്പോൾ 10,000-ങ്ങളെ സാക്ഷി നിർത്തിയിട്ട് മതത്തിൻ്റെ നിലപാട് പറയാണ്, അവയവങ്ങൾ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അത് കിഡ്നി നൽകിയ ഒരാൾ, ഇപ്പോൾ സഹോദരന് വേണ്ടി കിഡ്നി നൽകിയ ഒരു സഹോദരിയാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അവർക്ക് കിഡ്നി നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഇസ്ലാമിക വീക്ഷണപ്രകാരം അവയവദാനം അത് പാടില്ല എന്നാണ്. ഒരു മുസ്ലിമിന്റെ അവയവം അവനെ സംബന്ധിച്ചിടത്തോളം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഉടമയുള്ളതല്ല, അത് അള്ളാഹുവിന്റെ ഉടമയിലുള്ളതാണ്. അവനാന്റെ അവയവത്തിന്റെ മേലുള്ള ഉടമാവകാശം തനിക്കില്ല. അത് സംരക്ഷിക്കേണ്ട ഒരു ഇസ്തിഹ്ഖാക്ക് ബാധ്യതയാണ് അവനാനുള്ളത്. അതിനാൽ കിഡ്നിയാണെങ്കിലും മറ്റ് അവയവങ്ങളാണെങ്കിലും, രക്തമല്ലാത്ത മറ്റ് കണ്ണോ മറ്റ് ഏത് അവയവങ്ങളാണെങ്കിലും അത് തന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും കൊടുക്കൽ അനുവദനീയമല്ല എന്ന നിയമം. അതിനാൽ അങ്ങനെ കൊടുത്താൽ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ പിന്നെ എങ്ങനെ പ്രതിഫലം പ്രതീക്ഷിക്കാനാണ്? എങ്കിൽ ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കുമോ? അതല്ലേ ഇസ്ലാം അനുവദിക്കാത്ത ഹറാമായ ഒരു കാര്യമാണ് എങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ.
ഇസ്ലാം അനുവദിക്കാത്ത ഹറാമാണത് എന്നാണ് ഷറഇന്റെ കാഴ്ചപ്പാടിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അവനാന്റെ ശരീരത്തിന്റെ 2 കിഡ്നി ഉണ്ടെങ്കിൽ, 2 മറ്റ് അവയവങ്ങളുണ്ടെങ്കിൽ, 2 കണ്ണുണ്ടെങ്കിൽ, അതൊക്കെയും ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലാഹു തആല നൽകിയിട്ടുള്ള അവന്റെ ഭാഗത്തിൽ നിന്നുള്ള വലിയൊരു ഔദാര്യമാണ്. അത് അവന്റെ ഉടമയിലുള്ളതുമാണ്. അതിനാൽ അത് എടുത്ത് നഷ്ടപ്പെടുത്തുകയോ മറ്റാർക്കെങ്കിലും ദാനം നൽകുകയോ ചെയ്യാനുള്ള അവകാശവും അനുവാദവും അവനില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഹറാമാണ് എന്നായാൽ പിന്നെ അതിനെങ്ങനെ പ്രതിഫലം ലഭിക്കുക? അതുകൊണ്ട് അള്ളാഹുവിനോട് അത്തരം ആളുകൾ തൗബ ചെയ്ത് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. അന്ന് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി, അതിനെ പുറത്തു തരണേ എന്നും പറഞ്ഞ് പശ്ചാത്തപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഷറഇന്റെ. എന്തിന്റെ കാരണത്താലാണ് നിങ്ങൾ പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം എന്ന് പറയുന്നത്? അള്ളാഹു നികർഷിക്കാത്തതുകൊണ്ട് ഹറാമാണ് എന്ന് പറയുന്നു. ഹറാമായ ഒന്നിന് നിങ്ങൾക്ക് എങ്ങനെയാണ് പുണ്യം കിട്ടുക എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നത്. എന്ത് മൂല്യമാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്നത്? ഇവരൊക്കെ പറയും വ്യഭിചാരം ചെയ്യാൻ പാടില്ല, അവയവം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. എത്രയോ ഇസ്ലാമിക പണ്ഡിതന്മാർ കിഡ്നി തയ്യാറായപ്പോൾ കിഡ്നി വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന ചങ്ങാതി തന്നെ കണ്ണട വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തോട് തിരിച്ച് ചോദ്യം ചോദിക്കാനുള്ള വിവരം ഏതെങ്കിലും ഒരു മതവിശ്വാസിക്കുണ്ടായ ആ വേദിയിലിരിക്കുന്ന അദ്ദേഹത്തോട് ചോദിക്കായിരുന്നില്ലേ? അള്ളാഹു തന്ന കണ്ണ്, ആ കണ്ണിന്റെ കാഴ്ച കൂട്ടാൻ നിങ്ങൾ എന്തിനാണ് ഒരു കണ്ണട ഉപയോഗിച്ചിരിക്കുന്നത് ചോദിക്കാലോ? ഒറ്റയൊരുത്തും ചോദിക്കൂല. അതാണ് മതവിശ്വാസം തലയിൽ കാരിയ തലച്ചോറ് എന്ന് പറയുന്നത്. മരവിച്ചതാണ്. ലഹരി എങ്ങനെയാണോ തലക്ക് പിടിച്ചിരിക്കുന്നത്, ചിന്താശക്തിയെ മരവിപ്പിക്കുന്നത്, അതേപോലെ തന്നെയാണ് മതത്തിന്റെ ആൾക്കാരും പെരുമാറുന്നത്. അത്തരം ചോദ്യങ്ങൾ അവിടെ ചോദിക്കില്ല. നമുക്കറിയാം, ഇപ്പോൾ അബ്ദുൽ നാസർ മദറിന്റെ ടോട്ടൽ റീനൽ ഫെയിലിയർ അവസ്ഥയിലെത്തി. അദ്ദേഹത്തോട് കിഡ്നി മാറ്റി വെക്കാനാണ് പറഞ്ഞത്. ഒരു കാലത്ത് PDP എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൽ കയറിയിട്ട് ഇസ്ലാം മത പ്രബോധനം അടക്കം മറ്റു വർഗീയ വിദ്വേഷ പ്രചാരങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഒരു കാലമൊക്കെ പോയി അവസാനം കോയമ്പത്തൂർ ജയിലിലേക്ക് പിടിച്ചിട്ടു. അവിടുന്ന് ചികിത്സയൊക്കെ കിട്ടി ഇങ്ങനെ പോയി അവസാനം കിഡ്നിയൊക്കെ അടിച്ചു പോയി. എന്നിട്ട് അവസാനം അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഈ പറയുന്ന ഹറാമുമില്ല ഹലാലുമില്ല, അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെച്ചു. ആധുനിക യുഗത്തിൽ നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മതപ്രമാണങ്ങൾ വലിച്ചെറിയണം, അല്ലെങ്കിൽ സ്വാഭാവിക മരണത്തിന് കീഴടങ്ങാൻ തയ്യാറാണ്. ഈ ചികിത്സയൊന്നും വേണ്ട, ഞാൻ എൻ്റെ കിഡ്നി, അള്ളാഹു തന്ന കിഡ്നി എൻ്റെ തകരാറിലായിട്ടുള്ളത്, ഇനി വേറെ ആൾക്ക് അള്ളാഹു തന്ന കിഡ്നി എടുത്തിട്ട് ഞാൻ ജീവിക്കേണ്ടത് ശരിയില്ല എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് ഞാൻ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് തയ്യാറല്ല. അതിൻ്റെ കാരണം പത്രസമ്മേളനത്തിലൂടെ പറയണം. കാരണം ഇവർ ഒക്കെ ഈ നിലപാടിൻ്റെ ആൾക്കാരാണ്, ഈ നിലപാടിൻ്റെ വക്താക്കളാണ് ഇവർ. അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ വ്യഭിചരിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല എന്നില്ല, അവയവദാനം നിഷ്ഠമാണ് എന്നുള്ള നിലപാടുമില്ല. ഒക്കെ നിങ്ങൾ കുറേ മതത്തിൽ പറയുന്ന കുറേ നന്മകൾ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ ആ എഴുതി വെച്ചതിനപ്പുറം സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു മതവിശ്വാസി കൊണ്ടു നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനൊന്നും വിലയില്ല. സ്വന്തം ജീവിതത്തിൽ ആധുനിക യുഗത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനും ആധുനിക യുഗത്തിൽ യാതൊരു പ്രശസ്തിയില്ല. അത് ബാലരമയിലാണെങ്കിലും ബാലമംഗളത്തിലാണെങ്കിലും ഏത് മതത്തിൻ്റെ ഗ്രന്ഥത്തിലാണെങ്കിലും അതിന് വാല്യൂഡ് അല്ല, സോഷ്യലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് അതിന് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. മദ്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ലഹരിയാണ് മതം എന്ന് പറയുന്നത്. ഈ മദ്യവും മയക്കുമരുന്നും എന്നുള്ള ഒരു പ്രയോഗം തന്നെ ശുദ്ധ വിവരക്കരാണ്. മദ്യത്തിനെ മോശമില്ല എന്നുള്ള ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണത്. ലഹരിയാണ് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും. ഈ 2 പ്രയോഗങ്ങൾ അസംബന്ധമാണ്. പണ്ടൊക്കെ വ്യാജസിദ്ധൻ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്നാ? ഒറിജിനൽ സിദ്ധൻ ഉണ്ടാ, ഒറിജിനൽ ഇല്ലാത്തതിനെന്ത് വ്യാജനം വന്നിന്? സിദ്ധൻ, അത് മതി. സിദ്ധിയുള്ള ഒരാളുടെ ഇവിടെ എന്തെങ്കിലും ഒരു സിദ്ധിയുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും? പോലീസ് സ്റ്റേഷൻ ആവശ്യമുണ്ടോ? അയാൾ കൈ നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ അവർക്ക് കള്ളൻ്റെ പൊസിഷനും വിഗ്രഹം ഒളിപ്പിച്ച സ്ഥലമൊക്കെ കണ്ടെത്തായിരുന്നല്ലോ. സ്വർണ്ണ പ്രശ്നക്കാർ, താമ്പൂല പ്രശ്നക്കാർ, മറ്റേ കരിക്കട്ട പ്രശ്നക്കാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വിഗ്രഹം മോഷണം പോയി കഴിഞ്ഞാൽ പ്രശ്നം നടത്തിയിട്ട് ഇതാ ഇന്നേ സ്ഥലത്ത് ആ വിഗ്രഹം ഒളിപ്പിച്ചിട്ടുണ്ട്, ഇന്നേ സ്ഥലത്ത് ആ കള്ളനുണ്ട്, ഇന്നേ വ്യക്തിയാണ്, ഇന്നേ പഞ്ചായത്ത് സമീപിക്കുന്ന കള്ളനാണെന്ന് ഈ പ്രശ്നം നോക്കിയിട്ട് പറയാൻ അവർക്ക് പറ്റുമോ? ഇല്ല. പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യത്തിനും പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാതെ ചില കാര്യങ്ങൾക്ക്, ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു 100 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ അമ്പലം ഉണ്ടായിരുന്നു, അവിടെ അമ്പലത്തിൻ്റെ അവശിഷ്ടമുണ്ട്, ഇത് തകർത്താണ്, ഇവിടെയുള്ള ദൈവത്തിനിപ്പോൾ ഇത് ഒന്ന് ഉദ്ധരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് കഴിവില്ല, അതുകൊണ്ട് ഇവിടെയുള്ള കമ്മിറ്റിക്കാർ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പിരിവെടുത്തിട്ട് ഈ ക്ഷേത്രം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന, ദൈവത്തിൻ്റെ മനസ്സ് വായിച്ചിട്ട് പറയുന്ന എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് പ്രായോഗികമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ആരെങ്കിലും തന്നെ ഒരു വിഗ്രഹം കളവ് പോയാലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് എന്തെങ്കിലും മോഷണം മുതൽ പോയി കഴിഞ്ഞാലോ ഇത്തരത്തിലുള്ള പ്രശ്നക്കാരെ വിളിക്കാറുണ്ടോ? സ്വർണ്ണ പ്രശ്നക്കാരനെയോ താമ്പൂല പ്രശ്നക്കാരനെയോ വിളിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? കാരണം ഇതിനൊന്നും ഒരു കഴിവില്ലെന്ന്. എന്തെങ്കിലും ഒരു കഴിവുണ്ട് ഇവരെയൊക്കെ പിടിച്ചിട്ട് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്റ്റേഷൻ ഉണ്ടാക്കും. താമ്പൂല സ്റ്റേഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സ്വർണ്ണ പ്രശ്നം, CBIക്കൊക്കെ പകരമായിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് സ്വർണ്ണ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കാം. മദ്യം പോലെ തന്നെ അപകടകരമാണ് മതവും. മദ്യം
നിങ്ങൾ സ്വയം നശിക്കുകയുള്ളൂ. ഇതേപോലെ ഒറ്റപ്പെട്ട അക്രമങ്ങൾ നടത്തുകയും ചെയ്യും. പക്ഷെ മതം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധിശക്തി ആദ്യം പോയി, പിന്നെ ഓൻ ചെയ്യുന്ന ഇവിടെ വർഗീയ കലാപവും മറ്റുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. മതം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ വളർച്ച നടത്തുന്നു. ലഹരി അതുപോലെ തന്നെയാണ്. മദ്യലഹരിയും മതലഹരിയും എല്ലാ ലഹരിയും നമ്മൾ വർജിക്കേണ്ടതാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഞാൻ കള്ളനായിട്ട് നിന്നിട്ട് അവൻ്റെ കള്ളത്രം എടുത്ത് പറയല്ല വേണ്ടത്, നമ്മളും കള്ളൻ ആവാതിരിക്കാൻ ആ നിലപാട് എടുത്തുകൊണ്ടാണ് മറ്റുള്ള ലഹരിയെ വിമർശിക്കേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്.